പ്രേക്ഷകർക്കും നമസ്കാരം. വെൽക്കം യു ഓൾ ടു സൂര്യ ജോഡി നമ്പർ 1 ചൂടുകളുടെ വർണ്ണാഘോഷം. സാരി ഉടുത്തതിന്റെയാണ് ഇത്രയും വലിയ പെർഫോമൻസ് ഒക്കെ? യെസ്. ഇത് കുറെ ഉണ്ടല്ലോ, 16 മുഴം. ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തുടച്ച് നടക്കും. നിന്നെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് കൊച്ചി നഗരസഭയ്ക്കാണ്. ആ കണ്ടെയ്നർ റോഡ് വഴിയൊക്കെ ഇങ്ങനെ ഓടിച്ചു പോകണമെങ്കിൽ ഒരു മിനിമം ഒരു ന്യായമായിട്ട് കിട്ടും. എടാ പക്ഷെ ഇത് സ്റ്റൈലാടാ, മനസ്സിലായില്ലേ? നിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഇങ്ങനെയൊക്കെ ഭംഗിയായിട്ടൊക്കെ വരണ്ടേ? അത് വളരെ ശരിയാണ്. കാരണം കാണാൻ കൊള്ളാവുന്ന ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോൾ മിനിമം ഇത്രയെങ്കിലും സൗന്ദര്യം നിനക്ക് വേണം. അതെ. നമ്മുടെ ഏറ്റവും മികച്ച സൂപ്പർ ജോഡി അല്ലെങ്കിൽ സൂര്യ ജോഡിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരം ഇവിടെ ഇങ്ങനെ കട്ടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് കുറച്ച് പേരെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. Definitely our lovable judges, our ever stylish prisoner master and beautiful gorgeous Mia and hot and lovely Inia. നമ്മുടെ തീം എന്ന് പറയുന്നത് തന്നെ ബാക്ക് ടു സ്കൂൾ അല്ലെങ്കിൽ ബാക്ക് ടു കോളേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മൊത്തം വർക്ക് ചെയ്തത്. ഗംഭീരമായിട്ട് കുറെ ജോഡികൾ നമ്മുടെ ഇവിടെ മത്സരിച്ചു. അതിൽ ഏറ്റവും മികച്ച രീതിയിൽ മത്സരിച്ച 2 പേർ, അതായത് ഏറ്റവും ബെസ്റ്റ് ജോഡിയായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട അവർ 26 പോയിന്റ്സിൽ ഇപ്പോ ലീഡിംഗിലുള്ളത്, കനക സിംഹാസനത്തിലുള്ളത്. എല്ലാവരുടെ പെർഫോമൻസ് അധികം ആണെങ്കിലും ഐ തിങ്ക് ദ ലീഡിംഗ് ആയിട്ട് ഹയസ്റ്റ് പോയിന്റ്സിലുള്ളത് ഇവർ രണ്ടാളാണ്. മൈക്കിൾ എന്താ തോന്നുന്നത്? ഈ കനക സിംഹാസനത്തിൽ നിങ്ങൾ തന്നെ ഇരിക്കും? ഈ കസേര ഞങ്ങൾ വേറെ ആർക്കും വിട്ടുകൊടുക്കൂല. ഇല്ല. ഇവിടുന്ന് വന്നേ ഒരു 1.5 കിലോ ഉണ്ടായില്ലേക്ക്. എന്തായാലും നോക്കാം നമുക്ക്. അതിനു മുൻപ് നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാ ജോഡീസും ഇവിടെ ഹാജരായിട്ടുണ്ട്. ദിയ, നീ കാട്ടുകുതിര എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ. കാട്ടിലുള്ള കുതിര. കാർലോസ് എന്ന് കേട്ടിട്ടുണ്ടോ? കാർലോസ് മറ്റേ ബോളിവുഡിലുള്ള അണ്ടർവേൾഡ് കിങ്ങിന്റെ പേരല്ലേ? ബോളിവുഡിലല്ല, മോളിവുഡിലും അങ്ങനെ ഒരുപാട് അധോലോക നായകന്മാരൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ എന്തിനാ ഇതൊക്കെ ചോദിക്കണേ? ഇങ്ങനെ ചോദിക്കുന്നതിന്റെ കാര്യം വേറെ ഒന്നല്ല. അങ്ങനെ മലയാളികളെ ഏറ്റവും അധികം ത്രസിപ്പിച്ച ഒരു താരത്തിന്റെ പുത്രനും മറ്റൊരു താരവും കൂടിയിട്ടാണ് ഇനി നമ്മുടെ വേദിയിലേക്ക് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ഉണ്ണി ആൻഡ് സനുജ. ഹായ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ടിലെ ഞങ്ങളുടെ പെർഫോമൻസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ അടുത്ത റൗണ്ടിലുള്ള പ്രാക്ടീസിലാണ്. ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരാൾ ചവിട്ടിപ്പൊളിക്കണം ഒരു സൈഡിൽ നിന്ന്. അടിപൊളിയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. ഞങ്ങൾ ആകെ മൊത്തം ഒരു പരിവായിട്ടുണ്ട്. എന്തായാലും ഈ എഫേർട്ടൊക്കെ ഞങ്ങൾ സ്റ്റേജിൽ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എല്ലാവരും കാണണം. ഓക്കെ സ്റ്റുഡൻസ്, കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് വാം അപ്പ് ചെയ്യാം. എപ്പോ നോക്കിയാലും നീ ലേറ്റ് ആണല്ലോ. സോറി എന്ത് ശരിക്കും എന്റെ മൊത്തം എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ചെന്ന് കേറ്. ഗായ്സ്, അകലങ്ങൾ മായുന്നല്ലോ, അറിയാതോരോ ചുണ്ണത്തും ഇനി അഴകെ ഒരു ചിരി വിരിയുകയോ. 5 6 7 8 വീണ്ടും പൊൽകുന്നാളോ, ഇന്നെന്റെയാണ് സ്വന്തമാണ് നീ കാണും തീരം, മോഹം തീരെ താരാട്ടുമോ. മനസ്സെന്നും തേടും നിമിഷമിതോ, എനിക്കും ഏതോ ഒരു വരമോ. മൗനങ്ങൾ തീരുന്നല്ലോ, ഈണങ്ങൾ ചേരുന്നല്ലോ, ഇരുകരളിനും ഇനി മുതൽ ഒരു സ്വരമോ. തണലൊന്നാകും വയ്യാതെ
ഞാനേ ഒരു ഇത്തിരി മുൻപ് നീരടുത്ത് പറഞ്ഞില്ലായിരുന്നു നഗരസഭയിൽ ജോലി ചെയ്യാന്ന്. നീ അത് സീരിയസ് ആക്കി എടുത്താ? എന്താ? അല്ല ബക്കറ്റ് ഒക്കെ ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പോണ്. എടാ ഞാൻ തൂപ്പുകാരി ആവണതിൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തൂപ്പുകാരിയാവുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ തേപ്പുകാരി ആവരുത്. അല്ലല്ല, ഇത് തേപ്പൊന്നല്ല, ഇത് ഏതോ പള്ളി പെരുന്നാളിന്റെ കർട്ടൻ എടുത്തിട്ട് സാരിയാക്കി ഇട്ടതാ തോന്നുന്നു. എടാ നീ ഓവറായിട്ട് കളിയാക്കരുത്. ശരി അത് വിട്ട് നീ എന്താ ഈ ബക്കറ്റിന്റെ ഇതെന്താ ബക്കറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ശരി ബക്കറ്റ് അവിടെ നിൽക്കട്ടെ, നമുക്ക് തൽക്കാലം ഡാൻസിനെ കുറിച്ച് സംസാരിക്കാം. സത്യം പറഞ്ഞ സനൂജ, നീ ഡാൻസ് ക്ലാസ് ഉണ്ടോ നിനക്ക്? അല്ല ഉണ്ടോ? ഡാൻസ് ക്ലാസ് ഉണ്ടെങ്കിൽ ചേട്ടൻ വരും, വന്ന് ജോയിൻ ചെയ്യും. ഡാൻസ് ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല, ഞാനും മനീഷും പ്രമോദും എല്ലാവരും വന്ന് ചേരും. ഇവന്മാരില്ലാതെ ഞാൻ വരും ഒറ്റക്ക് ഡാൻസ് ക്ലാസ്. മാത്തൂട്ടെ നല്ല റാപ്പ് സിംഗറാണ് ഇവൻ. ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഒരു റാപ്പ് പാടിക്കൊണ്ടേയിരിക്കും. 2 വരി ഒന്ന് പാടിപ്പിച്ചു. നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇതിന്റെ ഒരു ഗുണം എന്താ പറയാ, അവിടെ നിന്നുള്ള ആൾക്കാർ പറഞ്ഞു തരും ഇത് എന്താ സംഭവം എന്ന്. നമുക്ക് ഉണ്ണീനെ കൊണ്ട് ഒരു 2 വരി ഒന്ന് മൂളിപ്പിച്ചു നോക്കാം. എന്താണ് ഐറ്റം എന്ന് അറിയണമല്ലോ നമുക്ക്. തമിഴ് റാപ്പ്. രണം എന്ന് പറഞ്ഞ മൂവിയിലെ ടൈറ്റിൽ സോങ്ങിലുള്ള ഇടയ്ക്കുള്ള ഒരു സാധനമാണ്. ട്രൈ ചെയ്യാം. பயமெதுமில்லையான கொளுரினில் நடுக்கம் தினம் ஒரு போரான இது எங்கள் சொர்க்கம் உஞ்சலில் குழந்தைகள் இல்லை உயிர் மட்டும்தான் வெல்கம் டு டிட்ராய்ட் இது குண்டர்களின் மண் பயமெதுமில்லையான கொளுரினில் நடுக்கம் தினம் ஒரு போரான இது எங்கள் சொர்க்கம் உஞ்சலில் குழந்தைகள் இல்லை உயிர் மட்டும்தான் வெல்கம் டு டிட்ராய்ட் இது குண்டர்களின் மண். അടിപൊളിയുള്ള മൾട്ടി ടാലന്റഡ് ആണ്. Definitely ഉണ്ണി, you proved you are a multi talented. താങ്ക് യു. സൂപ്പർ. ഓക്കെ, സോ ഇപ്പൊ നമ്മള് സീരിയസ് പാർട്ടിലോട്ട് പോവാണ്. അങ്ങോട്ട് പോണേക്കാൾ മുമ്പേ നീ എന്തിനാണ് ഈ ബക്കറ്റുമായിട്ട് വന്നെന്നുള്ള കാര്യം പറയണം. മറന്നു. നിന്റെ ബക്കറ്റ് ലിസ്റ്റ് എന്താണെന്നുള്ള കാര്യം കേൾക്കണല്ലോ. ഡൺ. ഇപ്പൊ ഈ കപ്പിളിന്, ഈ ജോഡിക്ക് നമ്മൾ ഒരു ടാസ്ക് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ ബക്കറ്റ് കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം? യൂഷ്വലി ആയിട്ട് എന്താ ചെയ്യാ, നീ പറ. ബക്കറ്റ് ഇപ്പൊ യൂഷ്വലി ആണെങ്കിൽ ഇങ്ങനെ വെക്കുന്നു, നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ടാപ്പിൽ ഇങ്ങനെ വെള്ളം തുറക്കുന്നു, അതിങ്ങനെ കുറച്ച് കുറയുന്നു, അല്ല ഇങ്ങനെ കൂടുന്നു, കൂടി വരുമ്പോൾ നമ്മളിങ്ങനെ കുളിക്കുന്നു. അത് കുളിക്കുന്നവരുടെ കാര്യം. നീയുടെ കാര്യം എന്താന്ന് പറഞ്ഞു. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിന് 2 പ്രാവശ്യം കുളിക്കാറുണ്ട്. ഓക്കെ, പക്ഷെ അത് അല്ലാണ്ട് എന്തൊക്കെയാണ് ഈ ബക്കറ്റ് കൊണ്ട് യൂസ്, അത് നിങ്ങളിപ്പോ പറഞ്ഞും ചെയ്തും കാണിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടി ഈ ടാസ്കിന് ഞങ്ങൾ 60 സെക്കൻഡ്സ്, അതായത് 1 മിനിറ്റ് ആണ് സമയം തരാൻ പോകുന്നത്. ഈ 60 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കാണിക്കാൻ പറ്റും നോക്കാം. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ബക്കറ്റ് പെരുക. നന്നായിട്ട് യൂസ് ചെയ്യും. യെസ്, ഡ്രമ്മായിട്ട് യൂസ് ചെയ്യാം. കൊടുത്തോ. ശരി, കേറിയിരിക്കാം. ഓക്കെ, വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിക്കാം. ഓക്കെ, 4. നിനക്ക് ഒളിച്ചിരിക്കാം. 5. കയ്യിൽ വെച്ചോ. പരിപാടി എനിക്കറിയില്ല. 30 സെക്കൻഡ് ബാക്കിയുണ്ട്. പിരിവെടുക്കത്തില്ല, പിരിവ്, ബക്കറ്റ് പിരിവ്. അവിടെ എന്തൊക്കെയാ പറയണ്ടേ? അത് പുറത്തു ഒരു ഗുണമില്ല. ശരി, സനജ്. ഓക്കെ, നിനക്ക് നിലയ്ക്ക് നോക്കിയിട്ട് അടിക്കാം. തുണി അലക്കി വെക്കാം. തുണി അലക്കി വെക്കാം. ഒരു ബക്കറ്റ് വെച്ചിട്ട് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം ബാത്റൂം ആണെന്ന് തോന്നി എടുത്ത് കൊണ്ടുപോവാം. വെള്ളം ബാത്റൂമിലോട്ട്. പൈപ്പിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ കിണറ്റിൽ വെള്ളം കോരിയിട്ട് കൊണ്ടുപോവാം. യെസ്, അന്തസ്സായിട്ട്. മൈക്ക് പിടിച്ചോ. എന്തൊക്കെയുണ്ട് ഉണ്ണി? പിന്നെ ഈ ബക്കറ്റിനെ കൂടെ ഇഷ്ടം പോലെ കാര്യങ്ങളില്ലേ. ചാണകം കോരാം, മതില് ചാടാൻ വേണ്ടി എടുത്തോണ്ട് പോകാം. നിങ്ങൾ ചെയ്യണം, നമുക്ക് അറിഞ്ഞുകൂടല്ലോ ചേട്ടാ. അല്ല, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടായതുകൊണ്ട് ഇതിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് നമുക്ക് പിന്നെ ഒളിഞ്ഞു നോക്കാം. അല്ല, ചേട്ടൻ ചെയ്യണം, നമുക്ക് അറിഞ്ഞുകൂടല്ലോ. വരുന്നതെല്ലാം നല്ല കമന്റ്സ്. ആ ഒളിച്ചോടെ കുളിസീനാ മതില് ചാട്ടം, ഇതൊക്കെ ചെയ്തൂടെ? അല്ല, അതാ ചേട്ടൻ ചെയ്യണം, നമുക്ക് അറിഞ്ഞോളൂ. നമ്മളത് കുളിക്കാനൊക്കെ ആ, അപ്പൊ കുഴപ്പമില്ല. മാത്തൂട്ടി, ആ ബക്കറ്റ് ജിഷനായിരുന്നെങ്കിൽ 100 മാർക്ക് മേടിച്ചു അതിന് മാത്രം. കോൺസെപ്റ്റ് വാസ് വെരി നൈസ്. ഒരു സിമ്പിൾ തോട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്താ വലിയ തലപ്പുണ്ണാക്കി ചിന്തിക്കുന്ന കോൺസെപ്റ്റ് ഒന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് നിങ്ങൾ വന്നത്. കുറച്ചുകൂടെ എനർജി വേണമായിരുന്നു 2 പേർക്കും. വേറെ ഒന്നും തോന്നിയില്ല. ലൈക്ക് ഓവറോൾ ഇറ്റ് വാസ് എ സിമ്പിൾ ആൻഡ് ഗുഡ് വർക്ക്. ഐ വിൽ ഗീവ് യു 6 ഐഡിയ ഓഫ് ടീച്ചിങ് ആൻഡ് ഇത് നന്നായിരുന്നു. ഓക്കെ, ഇറ്റ് ഇസ് സിമ്പിൾ തോട്ട്.
സനൂജയുടെ ഇത് വെച്ചാൽ സനൂജ നേരത്തെ പെർഫോമൻസിനെക്കാളും ഇതിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. എസ്പെഷ്യലി ആ ലേറ്റായിട്ട് വരുന്ന റിയാക്ഷൻ ഏരിയ വാസ് റിയലി നൈസ്. അത് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തു. ആൻഡ് ഉണ്ണി നിന്റെ എൻട്രിക്ക് ശേഷം ഇവിടെ ചെന്നിട്ടൊരു ഫ്രീ സ്റ്റൈൽ ചെയ്തല്ലേ, ആ സാധനം നന്നായിരുന്നു. ബട്ട് ഓവറോൾ വെച്ച് നോക്കുമ്പോൾ സനുജ ഈസ് ലേണിംഗ്. നീ ഒരു ട്രെയിൻ ഡാൻസറാണ്. സോ നിൻ്റെ എനർജി ലെവൽ വാസ് വെരി വെരി ലോ. എനിക്ക് ശരിക്കും നോക്കുവാണെങ്കിൽ ഐ ഫെൽറ്റ് ദറ്റ് യു ആർ ജസ്റ്റ് റിഹേഴ്സിങ് കൈൻഡ്. എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു, ഫീൽ ഉണ്ടായിരുന്നു, ബട്ട് ദ മൂവ്മെൻറ്റ് ഇച്ചിരി കൂടി എനർജിയുടെ ആവശ്യം, ഷാർപ്നെസ്സിൻ്റെ ആവശ്യമുണ്ട്. സോ അത് രണ്ടുപേരും ഇച്ചിരി കൂടി വർക്ക് ചെയ്യണം ആ ഷാർപ്നെസ്സിന് മേലെ. ഓവറോൾ ഡീസെൻറ്റ് ആക്ട്, ബട്ട് നിങ്ങൾ രണ്ടുപേരും ഇച്ചിരി കൂടി നീഡ് ടു പുട്ട് മോർ എഫേർട്ട്. സോ ഈ പെർഫോമൻസിന് വേണ്ടി ഐ വിൽ ഗിവ് യു 6 marks. എനിക്ക് കോൺസെപ്റ്റ് ഇഷ്ടമായി. ഒരു ഡാൻസ് ക്ലാസ് അതിൽ വന്നിട്ടുള്ളത് ഉണ്ണിയുടെ ആണെങ്കിലും ത്രൂ ഔട്ട് ആദ്യം മുതൽ അവസാനം വരെ ആ എക്സ്പ്രഷൻസ് എല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് പുള്ളിക്കാരി ആദ്യമേ അത്ര മൈൻഡ് ചെയ്തില്ല, അപ്പോൾ ഉള്ളൊരു നിരാശയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിയായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ സാധിച്ചു. അപ്പോൾ അവിടെ പോയിട്ടുള്ള ഫുൾ ത്രൂ ഔട്ട് ഉണ്ണിയുടെ ക്യാരക്ടർ ഫുൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ എക്സ്പ്രഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സിമ്പിളായിരുന്നു, ഒരു എനർജി അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. അങ്ങനെ ഒരു പ്രശ്നമാണ് തോന്നിയത്. സോ എൻ്റെ പോയിന്റ്സ് 7. So totally it is 19 points. Congrats. Thank you. വിധിയുടെ വിളയാട്ടം മൂലം കേരളത്തിന്റെ തെക്കേ അറ്റത്ത് ഉള്ള ഒരു കുട്ടിയും കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു കുട്ടിയും ഇങ്ങനെ വേർപെട്ട് കിടക്കുകയായിരുന്നു. ഇവർ ഡാൻസിന്റെ പേരിൽ ഒത്തൊരുമിക്കുകയാണ്. ചിന്മയ വിദ്യാലയ കൊല്ലങ്കോട്, അവിടെയുള്ള വിശ്വയും ആൻഡ് മൃദുല ഫ്രം കോട്ടൺ ഹിൽ ട്രിവാൻഡ്രം. വിളിച്ചാലോ? ഈ രണ്ടുപേരെ നമ്മൾ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മൃദുല വിജയ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഡാൻസ് ഫ്ലോറിലാണ്. ബാക്ക് ടു സ്കൂൾ എന്ന സെഗ്മെന്റിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ കട്ട റിഹേഴ്സലാണ്. കുറച്ച് ഫണ്ണായിട്ടുള്ള രീതിയിലാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. റൊമാൻസിൽ നിന്നൊക്കെ വിട്ട് മാറി നമ്മുടെ പഴയ സ്കൂൾ കാലഘട്ടത്തിൽ ആ കോസ്റ്റ്യൂമൊക്കെ ചെറിയൊരു എന്താ പറയുക, സ്കേർട്ടും ഷർട്ടും ടൈയും ഒക്കെ ഇട്ടിട്ട് 2 സൈഡ് കെട്ടി തലമുടിയൊക്കെ കെട്ടി വെച്ച് ആ ഒരു രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ അതേ പേര് നല്ല കട്ട പ്രാക്ടീസാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോയല്ലോ, വാ നോക്കാം. പ്രാക്ടീസ് ഭയങ്കരമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സ്കൂൾ ക്രഷുകളുടെ ഓർമ്മ വരും. എനിക്കാണെങ്കിൽ ഒരുപാട് ക്രഷുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് വളരെ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന റൗണ്ടാണ്. എടാ വിശ്വ, ക്ലാസ്സിൽ പോലും കേറാത്ത നീ എന്തിനാടാ ഇന്ന് ലൈബ്രറിയിൽ വന്നേക്കണേ? എടാ, ആ മൃദുലയില്ലേ എൻ്റെ അടുത്ത് കട്ടീസിട്ടടാ. ഇന്ന് എങ്ങനെയെങ്കിലും ഞാൻ അവളുടെ അടുത്ത് മിണ്ടും. മേ ഐ കമ്മിങ് സാർ? நீ டக்குன்னு பார்த்தா திக்குன்னு ஆகும், பக்குன்னு மனசு தானா அடிக்குமே. நீ பச்சுன்னு ஒண்ணு இச்சுன்னு கொடுத்தா நச்சுன்னு நரம்பு தானா துடிக்குமே. நீ பட்டுன்னு திரும்பி பார்த்தா நான் டப்புன்னு ஆஃப் ஆவேன். நீ சட்டுன்னு உரசி போனா நான் டக்குன்னு ஃபியூஸ் ஆவேன். Can I join you? Of course my girl. நீ பொத்துன்னு விழுந்தா கப்புன்னு பிடிப்பேன், மப்புல காலு காத்தில் பறக்குமே. நடந்து ஜில்லுன்னு போனா ஜிப்புன்னு எனக்கு தக தகன்னு எரியும் ஓ வயசு, வெட வெட பையன் எனக்கு இது புதுசு. கடகடன்னு ஏறுது என் பல்சு, படபடன்னு இதயத்துல ட்ரம்ஸு. தக தகன்னு எரியும் ஓ வயசு, வெட வெட பையன் எனக்கு இது புதுசு. கடகடன்னு ஏறுது என் பல்சு, படபடன்னு இதயத்துல ட்ரம்ஸ். ஆசை புரியாத ஒரு வார்த்தை வருது, பேச முடியாத ஒரு ஏக்கம் தருதே.
വിശ്വ എന്തടി മിണ്ടീസ് നീ ടക്കുன்னு பார்த்தா திக்குன்னு ஆகும் பக்குன்னு மனசு தானா அடுக்குமே நீ பச்சுன்னு ஒண்ணு இச்சுன்னு கொடுத்தா நச்சுன்னு நரம்பு தானா துடிக்கும் Silence! Not me, sir. She, sir. She. No sir, he. വിശ്വ ആൻഡ് മൃദുല ഭയങ്കര ഒരു നോട്ടിയസ്റ്റ് പെർഫോമൻസ് വെച്ചിട്ട് എന്റെ നോട്ടി ആയിട്ടുള്ള കിഡ്സ് കളിച്ചാൽ എങ്ങനെയായിരിക്കും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫീൽ ആയിരുന്നില്ലേ? എനിക്ക് ഏറ്റവും ആദ്യം വിശ്വനെ കണ്ട സമയത്ത് സീനിയേഴ്സ് സിനിമയാണ് ഓർമ്മ വന്നത്. സീനിയേഴ്സ് സിനിമയില് ബിജു മേനോൻ ഏറ്റവും ആദ്യം അതിന്റെ പോസ്റ്ററിന് വേണ്ടിയിട്ട് അവരും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് യൂണിഫോം ഇട്ടിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്ക് പുറത്തു വിട്ടായിരുന്നു. ഏതാണ്ട് ആ സാധനം ഏറ്റവും ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയേ. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കഥ മാറി. പിന്നെ ഈ ആക്ടില് എനിക്ക് ചോദിക്കുള്ളൂ, നീ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ വിശ്വ? ഉണ്ട്. അതാണ് അവള് നെഞ്ചത്താൽ ആടം പോലത്തെ ഷൂട്ട് ചവിട്ടി അങ്ങ് ഇറങ്ങിയപ്പോഴും അവൻ കൂളായിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. നമ്മളൊക്കെയാണ് അവിടെ വീണു പോയത്. ഒന്ന് ട്രൈ ചെയ്താലോ? അല്ലേ ഇന്ന് എന്നെ കൊടുമ ഇത് സാർ. നാളത്തെ പെർഫോമൻസ് നമുക്ക് ഫെറസ്ക വേണം. അതാ അതെ, ഒരുപാട് വെറൈറ്റി ഇருக்கு സാർ. ഇല്ല, ഇത്താനെ കൊണ്ട് തന്നെ ഒരു ചവിട്ടിക്കാം. അതാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ഇനി മിയ വന്നാൽ പോലും ഞാൻ നെഞ്ചു വിരിച്ചു കൊടുക്കും. മാസ്റ്ററെ എനിക്കിപ്പോ ചെയ്യണം. അല്ല, ഇതൊക്കെ ഡെയിലി വീട്ടിൽ ചെയ്യുന്നതാണ്. അതാണ് ഇങ്ങോട്ട് കുറച്ച് ഇതായിട്ടുള്ളത്. മാസ്റ്റർ ഇനിയിപ്പോ പറഞ്ഞു ഇവിടെ കൂടെ അവള് ചെയ്യണോ? എല്ലാം അവസാനിക്കുന്ന എന്റെ നെഞ്ചത്താണ്. പിന്നെ എടാ നിനക്ക് നമ്മളൊക്കെ ട്രൗസർ ഇടാറുണ്ട്, നിക്കർ ഇടാറുണ്ട്. അതിന്റെ മുകളിൽ നമ്മളൊരു ലുങ്കി കൊടുക്കും. എടാ നാണവും മാനവും ഇല്ലടാ, ഇത്ര പ്രായമായില്ല നീ ഈ കുട്ടി ട്രൗസർ ഇട്ടിട്ട് നീ എടുക്കുന്നത്. അല്ല, ഇങ്ങനെ മസിൽ വെച്ചിരിക്കുമ്പോഴേ കാണിക്കാൻ വേണ്ടി ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ക്യൂട്ട് ആക്ടാണ്. ആൻഡ് ശരിക്കും നിങ്ങൾ രണ്ടുപേര് ഒരു കൊച്ചികൾ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ക്യൂട്ട് ആൻഡ് നൈസ് കൊറിയോഗ്രഫി. ഔട്ട്ഫിറ്റ് വാസ് ഗുഡ്. കംപ്ലീറ്റ് എല്ലാ സാധനത്തിനും കംപ്ലീറ്റ് ജസ്റ്റിസ് ചെയ്തു. സോ നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. മൂമെന്റ്സ് വെ നൈസ്, ഫുൾ ട്വിസ്റ്റ്സ് ആൻഡ് ടേൺസ് അതൊക്കെ. ആൻഡ് കൂടെ രണ്ട് ക്യാരക്ടേഴ്സും നന്നായിട്ട് ചെയ്തു. ആൻഡ് ഓൾ സെക്ഷൻസ് വെ ഗുഡ്. താങ്ക് യു മാസ്റ്റർ. ടേബിളിൽ കയറുമ്പോൾ മൃദുല യു ആർ വെരി ഹെവി. അത് ഏറുന്നത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിരിക്കണം. ആൻഡ് ദറ്റ് ജംപ് വാസ് നൈസ്. പക്ഷെ അത് ലാൻഡിങ് കുഡ് ബി മോർ സോഫ്റ്റർ. സോ ഐ എം ഗിവിങ് യു ഗൈസ്. എനിക്കിഷ്ടമായത് ഇതിലെ എസ്പെഷ്യലി നിങ്ങൾ കുട്ടികളുടെ ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പിള്ളേരായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. മിണ്ടീസ്, കട്ടീസ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ശരി, നമ്മൾ നഴ്സറിയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ചിലപ്പോൾ ഏറ്റവും വലിയ ദുഃഖമായിരിക്കും, ഇന്ന് അമ്മ എന്നോട് മിണ്ടിയില്ല. ചുമ്മാ ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അതൊക്കെ അവർക്ക് വലിയ കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഫുൾ ചെയ്ത ആക്ടിൽ മിണ്ടിയില്ല എന്നുള്ളതിലൊരു വലിയ സങ്കടമാണ്. അതൊരു കൂട്ടുകൂടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ബാക്കി ശ്രമങ്ങളൊക്കെ. അത് നല്ല പാട്ടും ഈ ഒരു കോൺസെപ്റ്റിന് പറ്റിയ പാട്ടും അതിൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്തു, നല്ലോണം ചെയ്തു. ലാസ്റ്റ് ഒരു പിണക്കം തീർക്കാനുള്ളൊരു ശ്രമമായിരുന്നു വിശ്വയുടെ സൈഡിൽ നിന്നുള്ളത്. പിണക്കമൊക്കെ തീർത്ത് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെയും മടി. അതും ശരിക്കും പറഞ്ഞാൽ പിള്ളേർ തമ്മിൽ ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ കൂട്ടൊക്കെ കൂടി ഒരു തരത്തിൽ കൂടിയതായിരിക്കും, പക്ഷെ എന്തെങ്കിലും റബ്ബർ എടുത്തു, എൻ്റെ പെൻസിൽ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പെട്ടെന്ന് അടിയുമാവും. അതെല്ലാം എനിക്ക് സത്യത്തിൽ എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റി കേട്ടോ. കാരണം ഞാനും ഇങ്ങനെ ഇഷ്ടംപോലെ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഹൃദയം ഞങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അടിപിടി ഉണ്ടാക്കി മുടി പിടിച്ച് വലിച്ചു. എന്നിട്ട് സാറ് വരുമ്പോഴത്തേക്കും അവളാ ചെയ്തത് അല്ലെങ്കിൽ അവനാ ചെയ്തത്. ഇതെല്ലാം ശരിക്കും ഈ കോൺസെപ്റ്റിന് പെർഫെക്റ്റ് ആയിരുന്നു, ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളെല്ലാം. സോ എനിക്ക് അതൊക്കെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. കൊറിയോഗ്രാഫി വളരെ നല്ലതായിരുന്നു. കോസ്റ്റ്യൂം ആൻഡ് നിങ്ങളുടെ എക്സ്പ്രഷൻസ് കാര്യങ്ങൾ എല്ലാം ഫണ്ണി ആയിട്ട് ചെയ്തത് എനിക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഞാൻ അവിടെ ഒരു 8ഉം ഇവിടെ ഒരു 9ഉം തെളിഞ്ഞപ്പോണ്ടല്ലോ, ഇവിടെ നിന്ന് ഒരു 8ന്റെ പണി നടക്കുന്നുണ്ട്.
ഞാനിവിടെ വലിയ സീരിയസ് ആയിട്ടൊക്കെ വന്നിരുന്നപ്പോഴത്തേനും ഒരു സൈഡിൽ നിന്ന് ഈ എപ്പിസോഡിൽ കരയിപ്പിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് ഫണ്ണി ആയിട്ട് ചെയ്യുന്നു. എനിക്കാണെങ്കിൽ ഒരു സീരിയസ്നെസ് കിട്ടുന്നില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ? അല്ല, ഞാൻ എന്താ ഇങ്ങനെ? ഓക്കെ, ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഒരു ഫണ്ണി എൻ്റർടൈൻമെൻറ്റ് ആക്ട് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഒരുപാട് ചിരിപ്പിച്ചു. കൊറിയോഗ്രാഫി വാസ് എക്സലൻറ്റ്. ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ആയിരുന്നാലും അത് ഈ നോട്ടിനെസ് വന്നിട്ട് ഡാൻസിലൂടെ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ലിറ്റിൽ, അത് കുറച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. ആ മൂവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നതൊക്കെ ഇറ്റ് വാസ് വെരി നൈസ്. ആ ബുക്ക് ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്, മേലെ നിന്ന് ചാടുന്നത്, സോ ഇറ്റ് വാസ് വെരി നൈസ്. പിന്നെ ഈ മൃദുല ഈ ടേബിളിൻ്റെ മണ്ടയിൽ നിന്നൊക്കെ ചാടുമ്പോഴത്തേനോ എനിക്ക് ശരിക്കും ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിലേക്ക് പോകുന്ന പോലെ തോന്നി. കാരണം ഇതുപോലെ കോ എഡ്യൂക്കേഷനാണ്, അമൃത വിദ്യാലയം സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ശ്രീശങ്കർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച കൂട്ടുകാരാണ്. പുള്ളി എപ്പോഴും എല്ലാ ഗേൾസിൻ്റെ മുടി ചെന്നിട്ട് ഇങ്ങനെ മുടിയിൽ പിടിച്ചിങ്ങനെ വാല് പോലെ വലിക്കും. അവൻ്റെ കുസൃതിയാണത്. എല്ലാ പെൺപിള്ളേരും മുടിയിൽ ചെന്ന് വലിക്കും. നിങ്ങൾ ലാസ്റ്റ് അടി ഉണ്ടാക്കിയപ്പോഴത്തേക്കും എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വന്നത്. ശരിക്കും ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സിലേക്കൊക്കെ പോയി. മൈ സ്കോർ ഫോർ യുവർ ആക്ട് ഈസ് 26 points. ഞാനൊരു കാര്യം പറയട്ടെ, ഭയങ്കര സന്തോഷമുള്ളൊരു സമയമല്ലേ? ഈ സന്തോഷമുള്ളൊരു സമയത്തിന്റെ സന്തോഷം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ കൂടി കാണിക്കട്ടെ. വാ. നമസ്കാരം, ഞാൻ ലാൽ ജോസ്. സൂര്യ TV അവതരിപ്പിക്കുന്ന സൂര്യ ജോഡി നമ്പർ 1 എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശ്വയ്ക്കും വിശ്വയുടെ ജോഡി മൃദുലയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ആശംസ കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഷോക്കായി, പെട്ടെന്ന് പ്രതീക്ഷയില്ല തീരെ. ഓക്കെ, എന്തായാലും 2 ക്രൗണോടെ വെയിറ്റിംഗിലാണ്. രാജാവിനും രാജ്ഞിക്കുമുള്ള കിരീടങ്ങളുമായിട്ട് നമ്മുടെ കുട്ടിപ്പട്ടാൾ അവിടെ നിൽക്കുന്നുണ്ട്. വാ. മാർക്കുകൾ വാങ്ങിച്ചുകൊണ്ട് 2 ജോഡികൾ ഇവിടെ നമ്മുടെ കനക സിംഹാസനത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. മത്സരം കൂടുതൽ കൂടുതൽ കടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന കാര്യം എന്നറിയോ, ഈ കനക സിംഹാസനത്തിൽ ഇനി ഒരു ജോഡിക്ക് കൂടിയിട്ട് ഇരിക്കാനുള്ള സ്പേസ് കഷ്ടിയാണ്. ബുദ്ധിമുട്ടാണ്. ഈ കൊട്ടാരക്കരയിലൂടെ ഉണ്ണിയപ്പം നിന്ന് നടന്ന ഒരു പയ്യനും ഒരുപാട് പൊങ്കാലകൾ കണ്ടിട്ടുള്ള ഒരു പെൺകുട്ടി. ഓക്കെ, ഇവർ 2 പേരുമാണ് ഇനി ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത്. Let's welcome Anushri and Pramod. അതെ, എനിക്ക് പ്രാക്ടീസിന് പോകാൻ സമയമായി. റെസ്റ്റ് എടുക്കാനൊന്നും ഒട്ടും ടൈമില്ല കേട്ടോ. കോമ്പറ്റീഷനാണ്, വിൻ ചെയ്തേ അടങ്ങുള്ളൂ എന്നുള്ളൊരു ഭയങ്കര പവർ പാക്റ്റിലിരിക്കുകയാണ് ഞാനും എൻ്റെ പേരും. അതുകൊണ്ട് അടുത്ത ഞാൻ സ്റ്റുഡിയോയിൽ കളിച്ച് കാണിക്കട്ടെ. ബൈ. നമസ്കാരം, നിങ്ങളിങ്ങ് എത്തിയോ? ഞാൻ കയറാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം, നമുക്കിതൊക്കെ സിമ്പിൾ. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ 2 പാട്ട് പഠിച്ചെടുക്കും. കാരണം നമ്മൾ ജന്മന ഡാൻസേഴ്സ് ആണ്. സോ കം ഓൺ, നോക്കാം. അതിലോക സുന്ദരി, അതിലോക സുന്ദരി, നിന്നെ കണ്ടപ്പോഴേ ഞാൻ മയങ്ങിപ്പോയ കൺമണി. സ്വർണ്ണവർണ്ണ തുമ്പി നീ കൊഞ്ചി കൊഞ്ചി പാറുന്നേ നെഞ്ചിനുള്ളില. അതിലോക സുന്ദരി, അതിലോക സുന്ദരി, നിന്നെ കണ്ടപ്പോഴേ ഞാൻ മയങ്ങിപ്പോയ കൺമണി. സ്വർണ്ണവർണ്ണ തുമ്പി നീ കൊഞ്ചി കൊഞ്ചി പാറുന്നേ നെഞ്ചിനുള്ളില. കണ്ണുകൾ കായൽ തുമീനുകൾ, ചുണ്ടുകൾ പൊന്മണി വന്നു ചാരിച്ചു ദീവാർ മഴവില്ലായി വന്നേ നീ. അതിലോക സുന്ദരി, അതിലോക സുന്ദരി, നിന്നെ കണ്ടപ്പോഴേ ഞാൻ മയങ്ങിപ്പോയ കൺമണി. ഒന്നവർണ്ണ തുമ്പി നീ കൊഞ്ചി കൊഞ്ചി പാറുന്നേ. അളിയ, ഇവളൊന്നും എനിക്ക് ശരിയാവില്ലടാ. വിടടാ, നോക്കാം. പോട്ടടാ, വിട്ടേക്ക്, നമുക്ക് നോക്കാം. അവൾ എവിടെ പോവാനാ? അളിയാടാ, അങ്ങോട്ട് നോക്കടാ. മാട്ടി കിച്ച
வைஃப் என்னோட நீ இருந்தா நல்லா இருக்கும் லைஃப் പ്രമോദ് and അനുശ്രീ കോളേജ് ക്യാൻറ്റീൻ സ്റ്റോറി അല്ലേ? അതെ, രസം എന്നറിയോ? എന്താ? നമ്മളിവിടെ ഉണ്ണിയപ്പത്തിന്റെ കഥയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചതേ ഇല്ല ഇവര് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഉണ്ണിയപ്പം വെച്ചിട്ടാണെന്ന്. ശരിക്കും ഈ കൊട്ടാരക്കരക്കാരനായതുകൊണ്ടാണ് ഉണ്ണിയപ്പം വെച്ചിട്ട് തുടങ്ങിയത്? അല്ല, നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് അതാണല്ലോ കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഉണ്ണിയപ്പം. ആക്ച്വലി ഞങ്ങൾ ആദ്യം ബോണ്ടാന്നാ ഫിക്സ് ചെയ്തത്. പിന്നെ ഡയലോഗ് പറഞ്ഞു വന്നപ്പോഴത്തേക്കും പ്രമോദേറ്റിന്റെ ഐഡിയ ആയിരുന്നു ഈ ബോണ്ട എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ, എപ്പോഴും എല്ലാ സ്ഥലത്തും ബോണ്ട ബോണ്ട എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഒരു ചേഞ്ചിന് നമുക്ക് ഉണ്ണിയപ്പമാക്കാം എന്ന് പ്രമോദേട്ടനാ പറഞ്ഞു. അല്ല, അത് മാത്രമല്ല, ഇത് കംപ്ലീറ്റ് സെറ്റപ്പ് എന്റെ ഐഡിയ. ഇത് ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. ക്രെഡിറ്റ്സ് ഞാൻ തന്നെ. വേണ്ട, അങ്ങനെ തള്ളാതെ, വേണ്ടെന്ന്. ഇതിന് വേണ്ടിട്ട് കാത്തിരിക്കായിരുന്നു ഞാൻ, ചേട്ടനെ കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ, എന്താ ജാർ സ്റ്റെപ്പ് ചെയ്തല്ലോ വിമൽ ചേട്ടൻ. ഇപ്പൊ കുറെ വാർമപ്പ് സ്റ്റെപ്പ് ചെയ്തു, ഇനി സ്റ്റെപ്പ് എപ്പോഴാ? എപ്പോഴാ അടുത്ത എപ്പിസോഡ്? ഇതിലും എപ്പിസോഡ് വിമലിന് എന്തോ പറയാനുണ്ട്. വിമലെ മോനെ, എന്തുകൊണ്ട്? എന്തായാലും അങ്ങനെയൊന്നും പറയരുത് പ്രമോദ് ഭായ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ട്രസ്റ്റ് മീ, പ്രത്യേകിച്ച് ആ ഇൻട്രോ അർജുൻ റെഡ്ഡി പാട്ടൊക്കെ ഇട്ടിട്ട് ബോണ്ട ചായക്കടയിൽ പോകുമ്പോ ഈ അർജുൻ റെഡ്ഡി പാട്ടൊക്കെ ഇട്ട് പോകും. മാസ്. പിന്നെ ബ്രോ, ജ്യോതി ശ്രീകുമാർ ഒരു സിനിമയിൽ കാണിക്കുന്ന സ്റ്റെപ്പ് അല്ലേ ഇത്? കോപ്പി അടിച്ചല്ല, ഞാൻ ഒരു കുറച്ചു നേരം മുമ്പ് കണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റേ സ്റ്റെപ്പ് എന്താണ്? മാട്ടിക്കിട്ടേ മാട്ടിക്കിട്ടേ മാട്ടിക്കിട്ടേ. മോനെ, ഇത് അങ്ങനൊന്നും അല്ല, എന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പ്. അങ്ങനെ ഒന്നും നീ തെറ്റ് കാണിക്കല്ലേ. അങ്ങനെ പിള്ളേര് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ചേട്ടൻ ഒരാഴ്ച എടുത്തല്ലേ പറഞ്ഞത്? അതെ, പാർട്ട്ണർ അവർക്ക് അവസരം കൊടു. തീർച്ചയായിട്ടും ഒരാഴ്ച എടുത്തില്ല, അത് പെട്ടെന്ന് തന്നെ അത് പഠിച്ചത്. എല്ലാം ചെയ്തു. അത് എനിക്ക് ഒറ്റ സംശയമുള്ളൂ. ലാസ്റ്റ് നീ ഒരു സ്റ്റെപ്പ് എടുത്തു, അവസാനം എല്ലാം കഴിഞ്ഞ് ഒരു കെട്ടിപ്പിടുത്തം ഉണ്ടായിരുന്നു. സാധാരണ നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുക, ഇങ്ങനെ ഒരു കെട്ടിപ്പിടുത്തം ഉണ്ടാവും. നീ കാലും കൂടെ ചേർത്തിട്ട് എന്താണ് കെട്ടിപ്പിടിക്കാൻ പോയത്? അത് മാത്രം എനിക്ക് മനസ്സിലായില്ല. അതെന്ത് സ്റ്റെപ്പ് അത്? ഈ ഫ്ലോറിന്റെ നമ്മൾ വരുന്ന ഒരു ഫ്ലോ ഉണ്ട്, അത് മറ്റേ 1 2 3 4 ഈ വന്നങ്ങോട്ട് നിന്നങ്ങോട്ട് പോയത് അങ്ങോട്ട്. അല്ല, വേറെ ഒന്നുമല്ല. അല്ല, വേറൊരു കാര്യം കൂടെ ഞാൻ നോട്ട് ചെയ്തെന്നറിയോ? കറക്റ്റാ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു പടക്കം പൊട്ടിപ്പോഴേ. അത് മുന്നേ അറിഞ്ഞില്ലായിരുന്നു. പ്രമോദേ, മച്ചാനെ മോനെ, സുഖം തന്നെ? സുഖം, പൊളിച്ചടാ. എടാ, നീ പിന്നെ വീഡിയോ വാളൊക്കെ തുറന്നിട്ട് വരാൻ നീ ആരാടാ? പ്രസന്ന മാസ്റ്ററോ? നാണോ മാനൂലടാ നിനക്ക്? അല്ല, അല്ലെങ്കിൽ ഒരു കാര്യം അല്ലല്ല, അവൻ അങ്ങനെയാണ് അവന്റെ വിചാരം എന്ന്. അതാണ് അവന്റെ വിചാരം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. വിശ്വസിക്കരുത്. പ്രമോദ, നീ സത്യം പറ, നീ ഇവിടെ വന്ന് പെട്ടതല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ കയ്യിൽ ഒരു കുടതാ, നീ കാണിച്ചോലെ. കുടയും പിടിച്ചോണ്ട് ഇങ്ങനെ വെള്ളം നോക്കി അടക്കാം. എവിടുന്നോ വെള്ളം വരുമെന്ന്, എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കും, അവിടെ വെള്ളം വീഴും. അതൊന്നും കാണിച്ചില്ലല്ലോ. പ്രമോദ, ഓ, നിന്റെ അവസ്ഥ ഞാനിപ്പം പറയട്ടെ. നിന്റെ അതേ പാട്ടിന്റെ അതേ അവസ്ഥ. മാട്ടിക്കിച്ചേ 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 മാട്ടിക്കിച്ചേ. ഷോയില് വന്ന് മാട്ടിക്കിച്ചേ, അവളതാ. അതെ, അണ്ണനും ഉണ്ടായിരുന്നു. അല്ല, ഞാൻ വേറൊരു കാര്യമുണ്ട്. ഞാനൊന്ന് തേച്ച് കൊല്ലണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇത്രയും പേര് കൊന്ന ഇനി ശവത്തി കുത്താൻ ഞാനില്ല. മറ്റേ മോദകം ആയതുകൊണ്ട്, അല്ല മോദകമല്ല, എന്താണ് ഉണ്ണിയപ്പം ആയതുകൊണ്ട് വാവച്ചുള്ള സ്റ്റെപ്പ് എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പകുതി അങ്ങനെ അങ്ങ് പോയി. പിന്നെ മറ്റേ പെയിന്റ് അടിക്ക് പണ്ട് പോയതുകൊണ്ട് ആ പെയിന്റ് അടിച്ച സ്റ്റെപ്പ് കുറച്ചങ്ങ് മാറി. ഞാൻ കൊല്ലുന്നില്ല, ശവത്തെ കുത്തുന്നില്ല, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോട്ടും. അവസാനത്തെ ആണി അടിച്ചു നിർത്തിയിട്ട് പറയണേ ഞാൻ ശവത്തിൽ കുത്തുന്നില്ല. അത് മയ്യത്ത് കല്യാണത്തിന്റെ ലാസ്റ്റ് താണ്ട ബഷീർ ബാഷി ഇതിൽ വലിയൊരു മാസം ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത്. അല്ല, ഈ ഇന്റർവ്യൂ കൊടുത്തത് ഈ ഉണ്ണിയപ്പത്തിന് കവർ എടുത്തോണ്ട് ഓടാൻ വേണ്ടിയാണോ? ഈ മാസം ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് സാധാരണ വല്ല ക്യാഷ് കൗണ്ടറിന് പൈസ അടിച്ചിട്ട് പോയാൽ അങ്ങനെ എന്തെങ്കിലും കാര്യം ഇത് ഉണ്ണിയപ്പത്തിന്റെ കവറായിട്ട് ഓടിക്കുന്നത് ഇതാണ് മാസം ഇന്റർവ്യൂ. അല്ല, വരുമല്ലോ, ഇനി കൊച്ചിന്ന് ഒരാൾ വരുന്നുണ്ടല്ലോ. കൊച്ചിന്ന് അടുത്താൾ വരുന്നുണ്ട്, വണ്ടി കയറിയിട്ടുണ്ട്. നടക്കുന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് 2 പിള്ളേരുമായിട്ട് ഇവിടുന്ന് കളിക്കും. ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് വേണ്ട ആവശ്യമില്ല.
ഫൈനലി പ്രമോദിന് ഗോൾ അടിക്കാൻ ഒരു അവസരം കിട്ടിയത്. അന്നേരം ഞാൻ അവിടെ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ ആക്സിഡന്റ് കൊടുക്കുന്ന പൈസ ഇല്ലേ വരട്ടെ, വരട്ടെ, കുടുംബത്തോടെ ഫ്ലൈറ്റ് ഉണ്ടാവും. ഫ്ലൈറ്റ് വരട്ടെ, I'm waiting. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല, മാത്തുക്കുട്ടി ആ കീറി ഒട്ടിച്ച പോസ്റ്റർ അങ്ങ് മാറ്റിയാലും ചേച്ചി ഒട്ടിച്ച പോസ്റ്റർ അങ്ങ് മാറ്റിയാലും അല്ല, അവിടെ കൂടെ രണ്ടുപേരുണ്ട്. എന്തോ ഇല്ല, പറയണം. കുറച്ച് അല്ല അവർക്ക് എന്തോ പറയാനുണ്ട്. നമ്മുടെ രാജാവിന് പൊന്നു മോളെ. പറയാനുണ്ട്. നീ എങ്കിലും ഒന്ന് വെറുതെ വിട് മോളെ. അത് കൂടി ബാക്കിയുള്ള മക്കളെ നീ എങ്കിലും അവനെ ഒന്ന് വെറുതെ വിട്. അതെ, നല്ല ഡാൻസ് ആയിരുന്നു. താങ്ക് യു ബേബി. എന്റെ പൊന്നോ. അല്ല കൊള്ളായിരുന്നു, നല്ല ഡാൻസ്. അല്ല സമാധാനം. ഞങ്ങൾക്ക് ഇത്രേ ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. ഒന്നിനു വേണ്ടിട്ടല്ല. എന്നാലും നല്ലൊരു കയ്യടി നമ്മുടെ വക, നമ്മുടെ സുഹൃത്തിന്. ഇത്രയും തേച്ചൊട്ടിച്ചിട്ട് അവസാനം കൈയടിയൂടെ. ചിരിച്ചിരിച്ച് ചുമ പിടിച്ചു. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. യുവിന്റെ ശബ്ദം ശരിക്കും പോയല്ലേ. പാട്ട് കൊള്ളായിരുന്നു. ഈ പറഞ്ഞ പോലെ മാസ് എൻട്രി ഒക്കെ കൊള്ളായിരുന്നു. രണ്ടുപേരും കൂടെ ഇതുവരെ ഉള്ളവരൊക്കെ ക്ലാസ് റൂമിലും ലൈബ്രറിയിലും ലാബിലും ഒക്കെ ചെയ്ത ആ ഒരു പ്രണയം കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്യാൻറ്റീനിൽ വന്ന് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഡീസൻറ്റ് കൊറിയോഗ്രാഫി ആയിരുന്നു. പിന്നെ തോന്നിയൊരു കാര്യം, നല്ല എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയി. എനിക്ക് തോന്നിയൊരു കാര്യം, കുറച്ചും കൂടെ എന്താ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരിൽ കൂടുതൽ ഡാൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് അനുശ്രീയാണ് അല്ലേ? പക്ഷേ എന്നാ പറയുന്നത്, എനിക്ക് കുറച്ചും കൂടെ അനുശ്രീയുടെ ഡാൻസിങ് സ്കിൽ എനിക്ക് കുറച്ചും കൂടെ കാണണം എന്ന് തോന്നി. ഈ ഒരു ടോട്ടൽ ആക്ടിൽ ആ ഒരു മാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പ്രമോദേട്ടൻ ഡാൻസിന്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ആളുടെ എക്സ്പ്രഷൻസ് കൊണ്ട് ആളത് മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഒരു ഏരിയ അല്ലെങ്കിൽ മറ്റൊരു ഏരിയ നമ്മൾ പിടിച്ചേക്കുമല്ലോ. അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കി. എനിക്ക് ഒരു സജഷൻ ആയിട്ട് പറയാനുള്ളത്, ഇനി കുറച്ചും കൂടെ ഡാൻസ് ഇൻക്ലൂഡ് ചെയ്യണം അനുശ്രീയുടെ പോർഷനിലും കൂടെ എന്നാണ് ഒരു സജഷൻ പറയാനുള്ളത്. അതർവൈസ് കുഴപ്പമില്ലായിരുന്നു. ഒരു ഡീസന്റ് ആക്ട് ആയിരുന്നു. നല്ല ഭംഗിയായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്തു. ഒരു കാര്യം കൂടെ, മറ്റേ ഇത് സംഭവം ചെയ്തില്ലേ, അത് തന്നെ, അതിന്റെ ആ ഒരു കറക്റ്റ് ടൈമിന് ആ ഒരു മാട്ടിക്കിച്ചെന്ന് പറഞ്ഞാൽ പാട്ട് വന്നപ്പോഴത്തേക്ക് അത് ശരിക്കും ഒരു നമ്മളെ ചിരിപ്പിച്ച ഒരു മൊമെന്റ് ആയിരുന്നു. സോ അങ്ങനത്തെ ചില ടൈമിംഗ് വെച്ചിട്ടുള്ള ചില കളികളൊക്കെ ശരിക്കും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. താങ്ക് യു. നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയപ്പോൾ നമ്മുടെ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു സൂര്യ ജോഡി നമ്പർ 1 എന്റർടൈൻമെന്റ് 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 എന്ന്. ഇതിപ്പോൾ എന്റർടൈൻമെന്റ് കുറച്ച് കൂടിപ്പോയി ചിരിച്ച് വയറൊക്കെ വയ്യാണ്ടായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? യെസ് യെസ്, ആരാ പഠിപ്പിച്ച്? മാസ്റ്റർ വിനോദ് മാസ്റ്റർ. അല്ല, മിയ കുറച്ചു മുമ്പേ ഒരു ഡാൻസിന് വേണ്ടിയിട്ട് ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡാൻസിനകത്ത് എവിടെയെങ്കിലും ഒരു സിഗ്നേച്ചർ മൂവ്മെന്റ് ഉണ്ടാവും, അത് മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. അത് ഞാൻ ഈ സോങ്ങിൽ കണ്ടു. കറക്റ്റ് ആയിട്ട് സിഗ്നേച്ചർ മൂവ്മെന്റ്. യെസ്, ദാറ്റ് വാസ് ആക്ച്വലി റിയലി ഫണി. നമുക്ക് ശരിക്കും എല്ലാവരെയും ചിരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഒരു കോമഡി സെൻസ് എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആൻഡ് ഇത്രയും ആൾക്കാർ ഫാൻ ഫോളോയിങ്, ഇവിടുത്തെ കണ്ടസ്റ്റൻസ് ആയിരുന്നാലും ഓഡിയൻസ് ആയിരുന്നാലും ജഡ്ജസ് ആയിരുന്നാലും ഞങ്ങൾ എല്ലാവരെയും ചിരിപ്പിക്കുന്നുണ്ട്. സോ യു ആർ എ എന്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. സൂര്യ ജോഡി നമ്പർ 1 എന്റർടൈനർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ ഈ അവിടെ ഇവിടെയൊക്കെ പോയി മൂവ്മെന്റ് ഫിനിഷ് ചെയ്യുന്നവർ ഇങ്ങനെ സ്കേറ്റിംഗ് ചെയ്യുമായിരുന്നല്ലോ, സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ. അവിടെ പോയി ചെയറിലിരുന്നപ്പോഴത്തേക്കും പിന്നെ അതെന്തായിരുന്നു? അത് ഡാൻസ് മൂവ്മെന്റ് ആയിരുന്നു അതോ അറിയാതെ സ്ലിപ്പായി? ഡാൻസ് മൂവ്മെന്റ് ആയിരുന്നു. നമ്മളിവിടെ വന്നതിന് ശേഷം ഒരുപാട് ഈ പാട്ടും ഡാൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ഒരു തെറാപ്പിയാണ്. ശരിക്കും നമുക്ക് എനർജറ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാട്ടും ഡാൻസും ഒക്കെ നമുക്ക് ഒരു ഹീലിംഗ് ഫാക്ടറും കൂടിയാണ്. ആ ഒരു വിധത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ആക്ട് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി എന്റർടൈനിങ് ആൻഡ് ഐ റിയലി ലൈക്ഡ് ഇറ്റ്. I'll give you ടെഡി പേരെ തുടങ്ങുമ്പോ എന്താ പറഞ്ഞ? എനിക്ക് അത്യാവശ്യം ഡാൻസ് അറിയാം, പ്രമോദേട്ടൻ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ. പക്ഷെ ഇന്ന് പ്രമോദേട്ടൻ എന്നെ തോൽപ്പിച്ചു. എനിക്ക് തോന്നി ആക്ച്വലി പ്രമോദേട്ടൻ കളിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പടി ഇറക്കി കൊടുത്തത്. അതൊക്കെ പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. പ്രമോദ് ഭായ് ശരിക്കും ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയിരുന്നു. ഹ്യൂമർ, നിങ്ങൾ ഡാൻസ് പഠിച്ചു വരുന്നുള്ളൂ, പക്ഷെ നന്നായിട്ടത് വർക്കൗട്ട് ചെയ്തു.
കൊറിയോഗ്രാഫ് ചെയ്ത സാധനം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തുവെങ്കിൽ സോ ഇന്ന് ഭയങ്കര സർപ്രൈസ് പാക്കേജ് ആയിരുന്നെങ്കിലും ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാസ്റ്റർ. ഇങ്ങനെ തന്നെ പ്രാക്ടീസ് കൂടി ചെയ്യുക. നിങ്ങൾ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ആൻഡ് അണുകുട്ട ഇച്ചിരി പ്രാക്ടീസ് പ്ലേസ് ഓക്കെ. സോ ഈ പെർഫോമൻസിന് വേണ്ടി I'll give you താങ്ക് യു മാസ്റ്റർ. ഓക്കെ 6 മാർക്സ് ആണ് തന്നിരിക്കുന്നത്. സോ ടോട്ടലി ഇറ്റ് ഈസ് 21. താങ്ക് യു. 26 പോയിന്റ്സുമായിട്ട് ആ 2 ജോഡികൾ തന്നെയാണ് ഇപ്പോഴും കനക സിംഹാസനത്തിൽ തുടരുന്നത്. ഒരു നല്ല കൈഡി കൊടുക്കാം നമുക്ക് അവർക്ക്. അതോടൊപ്പം തന്നെ തൽക്കാലത്തേക്ക് നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. ബാക്കി 4 ജോഡികളുണ്ട്, പക്ഷെ അതെന്തായാലും ഇന്ന് കാണാൻ പറ്റില്ല. But now I think it's time to welcome the judges onto the stage. Let's welcome Prasanna Master, Mia and Inia. ശിവനെ അന്തോം കുന്തോം ഇല്ലാത്ത കേസ് ജയിച്ചാൽ അമ്പോ മോനെ നീയാണ് മാസ്.